നമ്മൾ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന ഒരു വിഷയം, അന്യന്റെ ഭാര്യയെ തൊട്ടാലും പണി കിട്ടും എന്ന വചന സന്ദേശം. അവരെ പ്രാപിക്കണമെന്നൊന്നുമില്ല, അങ്ങനെ ഒരു ശാരീരിക ബന്ധത്തിലേക്ക് പോകണമെന്നൊന്നുമില്ല. തെറ്റായ രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ ലൈംഗിക ചൊവ്വയോടുകൂടിയുള്ള നോട്ടം, സ്പർശനം, ഇതെല്ലാം പാപത്തിന് വഴി തുറക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ വായിക്കുമ്പോൾ, ആസക്തിയോടെ ഒരുവനെ നോക്കുന്നവൾ അല്ലെങ്കിൽ ഒരുവളെ നോക്കുന്നവൻ അവരുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സംഭവം ഞാൻ ഓർക്കുന്നു. വിവാഹിതരായ 2 പേര്, അവരുടെ ജീവിത പങ്കാളിയുണ്ട്. പക്ഷെ ജീവിത പങ്കാളിയെ വിട്ടിട്ട് ഈ 2 പേരും അവര് നേരത്തെ ഫ്രണ്ട്സോമറ്റാ, പഠിച്ചുകൊണ്ടിരുന്ന കാലത്തെ പരിചയം. വീണ്ടും ഒന്ന് പൊടി തട്ടിയെടുത്തു. പിന്നെ ഇവർ തമ്മിലാണ് ഏറ്റവും കൂടുതൽ സൗഹൃദവും സംസാരവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അവസാനം ഇവര് 2 രാജ്യത്തെത്തിയിട്ട് പോലും ഇവര് തമ്മിലുള്ള ആ കണക്ഷൻ അത് വളരെ ഊർജിതമായിട്ട് കൊണ്ടു നടത്തും. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അവധി കിട്ടുന്ന ആ ദിവസം തന്നെ മറ്റേയാളും അവധി എടുക്കും. എന്തിനാ? ഫോണിൽ കൂടെ സംസാരിക്കാം. 2 രാജ്യത്താണേലും വീഡിയോ കോളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ പലതും നടക്കും. നഗ്നത കാണാം. ഇവര് സംസാരിച്ച് ഫോണിലൂടെ, വീഡിയോ കോളിലൂടെ ശാരീരിക ബന്ധം പോലും പുലർത്തും. ഒരു ഗുണമുണ്ട് കേട്ടോ, ഫോണിലൂടെ ആയതുകൊണ്ട് ഗർഭിണിയായാൽ ഇനി അതിൻ്റെ പുറകെ പോകേണ്ട കാര്യം വരികയാണ്. പക്ഷെ നമുക്കറിയാം, നിന്റെ നോട്ടത്തിലും നിന്റെ സ്പർശനത്തിലും തെറ്റുപറ്റുമ്പോഴും അത് വ്യഭിചാരമാണെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വ്യഭിചാരമാകാതിരിക്കുമോ? നമുക്ക് ഏതാനും വചനഭാഗങ്ങളിലൂടെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാം. സുഭാഷിതങ്ങൾ 5-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ കിണറ്റിൽ നിന്ന്, നിന്റെ ഉറവയിൽ നിന്ന് മാത്രമേ നീ വെള്ളം കുടിക്കാവൂ. നിന്റെ ഉറവ മറുനാട്ടിലോ ചന്തസ്ഥലത്തോ ഒഴുക്കിക്കളയരുത്. നിന്റെ ഉറവ, അതായത് നിന്റെ യൗവനത്തിലെ ഭാര്യ, അവിടേക്ക് വരുമ്പോഴാണ് ഇതിന്റെ കണക്ഷൻ കിട്ടുന്നത്. നിന്റെ ഭാര്യ, നിന്റെ ഉറവ, അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല, അയൽവക്കത്ത് ഒഴുക്കാനുള്ളതല്ല. നിന്റെ ഭാര്യ നിനക്കുള്ളത്. അങ്ങനെയെങ്കിൽ അന്യന്റെ ഭാര്യയോ അവനുള്ളത് നിനക്കുള്ളതല്ല. നോട്ടത്തിലോ സ്പർശനത്തിലോ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന്. ഇത് നമുക്ക് ഷെയ്ക്കാൻ കൊടുക്കാൻ പറ്റുകയില്ല, ഹഗ് ചെയ്യാൻ പറ്റുകയില്ല, ഇതൊന്നും അല്ല കേട്ടോ. ആസക്തിയോടെ ഇങ്ങനെയുള്ള ഏത് കാര്യം ചെയ്താലും അത് പാപപ്രവൃത്തിയായി മാറും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം, അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ 27 മുതലുള്ള വചനങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഉടുപ്പ് കത്താതെ ആർക്കെങ്കിലും നെഞ്ചത്ത് കനൽ കൊണ്ട് നടക്കാൻ പറ്റുമോ? കാല് പൊള്ളാതെ ആർക്കെങ്കിലും കനലിന് മീതെ നടക്കാൻ പറ്റുമോ? 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഈ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാ. ഇത് പറയാണ്, ഇതുപോലെ അന്യന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷ കിട്ടാതിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറ്റൊരുവന്റെ ഭാര്യയെ തൊട്ടാൽ പോലും പണി കിട്ടാം. അന്യന്റെ ഭാര്യയെ തെറ്റായ രീതിയിൽ സ്പർശിക്കുന്നവനും ശിക്ഷ കിട്ടാതിരിക്കില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, വ്യഭിചാരികൾക്ക് വൻ നാശം വരാം എന്നുള്ളത് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ഇത് ക്ലിയറാണ്. സുഭാഷിതങ്ങൾ 6:32, വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. സുബോധമുള്ളവൻ ഈ ഒരു കാര്യം ചെയ്യലെന്ന് നമുക്കറിയാം. കള്ളുകുടിച്ച് ബോധമില്ലാത്തവർ ചെയ്യുന്ന കാര്യങ്ങൾ മദ്യപിക്കാതെ സുബോധത്തോടെ ജീവിക്കുന്നവർ ചെയ്യത്തില്ല. ആ ഒരു അവസ്ഥയിൽ അവർ ചെയ്യത്തില്ല. ഈ ലക്കിലഗാനമില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ പോലും കള്ളു കുടിച്ചിട്ടില്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ അവർ ചെയ്യത്തില്ല. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. 1 കൊറിന്തോസ് 6:18 പറഞ്ഞിരിക്കുന്നത്, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. അത്രയും അപകടകാരി ആയതുകൊണ്ടല്ലേ ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. 2 സാമുവേൽ 11-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദാവീദ്, അവന് ഒരു പുളിസീൻ കണ്ടു, അവന് ഒരു വ്യഭിചാര മോഹം വന്നു, ബത്ശബായെ പ്രാപിച്ചു. അത് പിന്നീട് എന്തെല്ലാം പ്രശ്നങ്ങളിലേക്കാണ് അവനെ കൊണ്ട് എത്തിച്ചത്. അവന് ജീവിച്ചിരിക്കാൻ വേണ്ടി, എന്ന് പറഞ്ഞാൽ മരണഭയത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രംഗം വരെ നമുക്ക് കാണാൻ പറ്റും. സാവൂളിനെ ഭയപ്പെട്ട് പറയുണ്ട്. വ്യഭിചാരം നമ്മെ വൻ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് ഇവിടെ എല്ലാം നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. പ്രഭാഷകൻ 27:13 വചനം വായിച്ചാൽ, വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കും, കാരണം അവൻ മരണം വരെ അതിൽ നിന്നും പിന്മാറത്തില്ല. ഈ വ്യഭിചാര ദാഹം കയറി കഴിഞ്ഞാൽ ഏത് വിധേനയും ആ ഒരു ഇഷ്ടം നിറവേറ്റാനുള്ള ആ ഒരു പരിശ്രമത്തിൽ അവർ തുടരും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. എഫേസസ് 5:5 വചനം പറയുന്നുണ്ട്, വ്യഭിചാരിക്ക് ദൈവരാജ്യത്തിൽ അവകാശമില്ല. പറയുന്നുണ്ട്, ഇത് നമ്മെ അപകടത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ജ്ഞാനം 3-ാം അധ്യായം 16 വചനം എടുത്താൽ, വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കില്ല. അതാണ് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജോബ് 24:15 വചനം പറയുന്നുണ്ട്, വ്യഭിചാരി ഇരുട്ടാകാൻ കാത്തിരിക്കുന്നു. ഈ വ്യഭിചാര ആസക്തി ഉള്ളിൽ കിടക്കുന്ന വ്യക്തികളെ വേണേൽ അവരൊന്ന് ഇരുട്ടി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ വ്യഭിചാര സുഖം അതിനെ ഒരവസരം നോക്കി നടക്കുന്നതിനെക്കുറിച്ച് ഇവിടെ കാണാൻ പറ്റും. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, അവിഹിത ബന്ധം അത് തലമുറയ്ക്ക് തന്നെ
നാശം വരുത്തുന്ന ഒരു കാര്യമാണ്. റോമാലേഖനം 13 വചനം, അഭിഹിത വേഴ്ച, വിഷയാസക്തി എന്നിവ അരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പകലിന്റെ മക്കളെ പോലെ നമ്മൾ ജീവിക്കേണ്ടവരാണ്. ഇതൊക്കെ അന്ധകാര പ്രവൃത്തികളാണ്. ഈ അവിഹിത വേഴ്ച, വിഷയാസക്തി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രഭാഷകൻ 25 വചനം എടുത്താൽ, ജീവിത പങ്കാളിയിലല്ലാതെ ആർക്കെങ്കിലും ഒരു കുഞ്ഞുണ്ടായാൽ അതിൻ്റെ വേര് പിടിക്കത്തില്ല. എന്തിന്? ശാപം പേറുന്ന ഒരു തലമുറയ്ക്ക് നമ്മൾ ജന്മം കൊടുക്കണം. വിവാഹമെന്ന കൂദാശയിൽ ജീവിത പങ്കാളിയിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും അവിഹിത ബന്ധത്തിൽ കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ വേര് പിടിക്കില്ല എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു പാപം ഗൗരവമുള്ള പാപമാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കി ജീവിക്കാൻ ശ്രദ്ധയുള്ളവരായി മാറാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വയ്ക്കുന്നത്, അവിഹിത വേഴ്ചയിൽ കഴിയുന്ന വ്യക്തികളുണ്ട്, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.